ഹായ് ഹലോ, ഇന്നൊരു ചന മസാലയാണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എന്തിൻ്റെയും കൂടെ കഴിക്കാനും പറ്റും. വെള്ളക്കടല ഒരു 6 മണിക്കൂർ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അതിനുശേഷം അത് കഴുകി ഒരു കുക്കറിലേക്ക് ഇടാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത് അത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അത് വേവിച്ച് വെച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഒരു ബേ ലീഫ്, 3 ഗ്രാമ്പു, ഒരു ഏലക്ക ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതാണ് ചേർത്തത്. ഓരോ സ്പൂൺ വീതം ചേർത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കൊടുത്തൊന്ന് വഴറ്റണം. അപ്പോൾ അത് നന്നായി വഴറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞത്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, മീഡിയം സൈസിലുള്ള 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് ചേർത്തു. ഇനി അതും ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. ഇനി ആ സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി വരണം. അതുവരെ ഇളക്കി കൊടുക്കാം. അത് വഴറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ചേർത്തു. അതും ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. 2 മിനിറ്റിന് ശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കണം. 1/2 ടീസ്പൂൺ മതിയാവും. അതിലേക്ക് കുരുമുളക് പൊടിച്ചത് 1/2 ടീസ്പൂൺ ചേർത്തു. ഇനി അതും ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് 2 തക്കാളി ഒന്ന് മിക്സിയിൽ അടിച്ചിട്ടാണ് ചേർക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്തു. ഇനി അതും ഒന്ന് ഇളക്കി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയുടെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ഇപ്പോൾ അത് വഴറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർക്കാം. ആ വെള്ളത്തോടു കൂടി തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതൊന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. അതിനുശേഷം ഇളക്കിയെടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബേ ലീഫ് ഇട്ടത് ഇപ്പം വേണമെങ്കിൽ എടുത്ത് കളയാം. അതെടുത്ത് മാറ്റി ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും ഇളക്കിയെടുക്കാം. ആവശ്യത്തിന് കുറുകി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർക്കണം. കടലയില മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ടാണ് അടച്ചു വെച്ചിരുന്നത്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ഇട്ടു. ഒന്ന് ഇളക്കിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചന മസാല റെഡിയായി. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് കൂടുതൽ തിക്കാവും.
ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്തിൻ്റെ കൂടെ കഴിക്കാനും പറ്റും, ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ എന്തിൻ്റെയും കൂടെ കഴിക്കാനും പറ്റും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. ഇനി മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. താങ്ക് യു.